നിങ്ങളെ വീട്ടിൽ പ്രണയമുണ്ടോ? നിങ്ങളെ വീട്ടിൽ മൊബൈൽ ഫോണിന്റെ ഭ്രാന്തുണ്ടോ? നിങ്ങളെ വീട്ടിൽ ഇത്തരം വേണ്ടാത്ത ലഹരി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം, മനുഷ്യന്റെ ഏഴാമത്തെ തന്ത്ര, മനുഷ്യനാണ് എങ്കിൽ മനുഷ്യൻ ഉറങ്ങണം. മനുഷ്യൻ രാത്രിയാണോ രാവിലെയാണോ ഉറങ്ങേണ്ടത്? ശരി, നിങ്ങൾക്കെല്ലാം അറിയുകയും ചെയ്യാം. എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു മനുഷ്യൻ ദിവസം? 8 മണിക്കൂർ. ശരി, ഇനി എന്തിനാ എന്തിനാ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നേ? ലഹരിക്കെതിരെ, മൊബൈൽ ഫോണിനെതിരെയുള്ള പോരാട്ടത്തിന്റെ എല്ലാ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ മക്കൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ 8 മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങണമെങ്കിൽ രാത്രി എത്ര മണിക്ക് കിടന്നുറങ്ങണം? പറഞ്ഞോളി. 10 മണിക്ക് ഉറങ്ങണം. കഴിഞ്ഞ് എല്ലാം റെഡിയായി. ഞാൻ നോക്കുമ്പോ വയനാട്ടിലും കുറ്റ്യാടിയും നാദാവരല്ലോ പുതിയ ട്രെൻഡാവുമല്ലോ, നൈറ്റ് ലൈഫ്. രാത്രി എണീറ്റ് നടക്കുക, രാത്രി പോയിട്ട് ചിക്കനും കുഴിമന്തിയും നരകത്തിലെ ചിക്കൻ അല്ല ഇങ്ങനെ മൃഗീയമായിട്ട് തിന്നുക. വടകരയുള്ള ഒരു പീടിയന്റെ പേരാ നരകത്തിലെ കോയി. അവിടെ ക്യൂ തിന്നിട്ട് നരകത്തിലെ കോയിനെ തിന്നാൻ പോവാ പൊട്ടന്മാർ. എനിക്ക് നോക്കുമ്പോ ഈ മനുഷ്യന്മാർക്കെല്ലാം കുറുക്കന്റെ സ്വഭാവം. കുറുക്കനെ കണ്ടി നിങ്ങൾ ഈറ്റകൾ കണ്ടിക്കില്ല? ഈറ്റകൾ ഗ്യാസിന്റെ കുറ്റിയല്ലേ, ഇങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ എങ്ങനെ കുറുക്കനെ കാണാൻ? മണ്ണിലേക്ക് പോകണ്ട. അതുകൊണ്ട് എനിക്ക് ആ കുട്ടീനെ കുറുക്കനെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം. കുറുക്കന്മാരെ പ്രത്യേകത എന്നറിയോ? കുറുക്കന്മാർ രാത്രിയാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യും? വേമ്പറ ഇങ്ങനെ നടന്ന് ആ കോഴി തന്നെ കോയിനെ പിടിക്കും. എന്നിട്ട് എവിടെയോ പോയിട്ട് തിന്നു. ഇത് തന്നെയല്ലേ മനുഷ്യന്മാർ 10 മണിക്ക് കിടന്നുറങ്ങി 6 മണിക്ക് എണീക്കേണ്ട മനുഷ്യ 15 മണിക്ക് എണീറ്റ് പോയി കുഴിമന്തിയും തിരിയുന്ന ചിക്കനും തിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഞാൻ ഇതിനൊന്നും എതിരല്ലോ. പീഡിയക്കാരന്റെ എന്നെ കൊല്ലൊന്നും വേണ്ട. പക്ഷെ ഈ ഒരു സംസ്കാരത്തിന് ഞാൻ എതിരാണ്. എന്തായാലും എന്റെ മക്കളെ 18 വയസ്സ് വരെ ഈ രാത്രി നടത്തം ഞാൻ അനുവദിക്കില്ല. എന്റെ വീട്ടിൽ മനുഷ്യനാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്റെ മക്കൾ രാത്രി 10 മണിക്ക് ഇത് തന്നെ എന്റെ അച്ഛനും മുഹമ്മദിന്റെ വാപ്പിയും പറഞ്ഞത്, ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലെത്തണം, പോട്ടാ എവിടെ പോയി കളിച്ചാലും സാരയില്ല, വീട്ടിലേക്ക് അടുപ്പിക്കുന്ന ഒരു നിയമമുണ്ടായിരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു എന്റെ അച്ഛന്റെ തന്ത്രം. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കൾ രാത്രി 8 മണിക്ക് ഉറങ്ങണം. 10 മണിക്ക്. അതിന് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? അതിനാദ്യം കുട്ടികൾ 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ ആരുറങ്ങണോ? ആരുറങ്ങണോ? ആണെങ്കിൽ ആരുറങ്ങണം വീട്ടില്? ബാപ്പി ഉമ്മയും. ഐറ്റേക്ക് ബോധമുണ്ട് കേട്ടാ. ഞാൻ നോക്കുമ്പോ എന്റെ വീട്ടിൽ ഞാനിപ്പോ ആ സംസ്കാരം തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? എന്റെ വീട്ടിൽ എന്റെ മക്കൾക്കും കള്ളു കുടിച്ചിട്ട് മണക്കണമെങ്കിൽ എന്റെ അടുത്ത് കിടക്കണ്ടേ? എന്റെ ഭാര്യക്ക് വാട്സപ്പിൽ മാന്തലുണ്ടെങ്കിൽ എന്റെ അടുത്ത് കിടന്നാലല്ലേ എനിക്ക് കൂടെ മാന്തൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്റെ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ചേരാം. എന്റെ വീട്ടിൽ ഞാനും ഭാര്യയും 8ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 18 വയസ്സ് വരെ ഒരു ബെഡ്റൂമിൽ കിടക്കാൻ തീരുമാനിച്ചു. നല്ലതാണോ ചീത്തയാണോ? എന്റെ 5ാം ക്ലാസ്സിൽ അന്തം വിട്ട ചെക്കൻ ചോദിച്ചു, എന്റെ ആണെങ്കിൽ 4ആൾക്ക് കിടക്കേണ്ട കട്ടിലും ഇല്ല, 3ആൾക്ക് കിടക്കേണ്ട കട്ടുമല്ല, ഞങ്ങള് 4 ആൾ കിടക്കും. നല്ല രസമായിട്ട് 7ാം ക്ലാസ് പോലെ തന്നെ. ഇങ്ങൊന്നും ഉന്തി അങ്ങൊന്നും പോവും, അങ്ങൊന്നും ഉന്തി ഇങ്ങ്. അതുകൊണ്ട് ഞങ്ങള് കിടക്കുന്ന കാണാൻ എന്നെ പിടിച്ച് ചെക്കരെ പിടിച്ച് പെണ്ണ്, എല്ലാത്തിനെയും പിടിച്ച് ഓള്. 2 ദിവസം കിടന്നപ്പോ എന്റെ 5ാം ക്ലാസ്സിൽ അന്തം വിട്ട ചെക്കൻ എന്നോട് ചോദിച്ച ചോദ്യം എന്നറിയും, അല്ലച്ചാ ഇവിടെ 3-4 ബെഡ്റൂം ഉണ്ടല്ലോ, ഇത് മല കിടക്കുന്ന പോലെ കിടക്കണോ? എന്തിനാ ഞങ്ങൾ ഞാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ? 18 വയസ്സ് വരെ ഞാനല്ലേ നിയന്ത്രിക്കണ്ടേ? ഞാൻ എന്റെ മോനോട് പറയും, മോനെ 18 വയസ്സ് വരെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്നറിയോ? ഇവിടെ ഒളിച്ചോട്ടം പോയിത്തിന്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഭ്രാന്ത് പോയിത്തിന്, ലഹരിയുടെ ഉപയോഗം കൂടിയിട്ട് എല്ലാവർക്കും ഭ്രാന്ത് വരുന്നു. അതുകൊണ്ട് ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ ഒന്നിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് മോനെ ഇപ്പൊ നമ്മൾ ഒന്നിച്ച് കിടക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ അമ്മ ഒളിച്ചോടുമ്പോ ഉമ്മക്ക് പിടിക്കണം, നിന്റെ പെങ്ങൾ ഒളിച്ചോടുമ്പോ നമ്മളെല്ലാം കൂടി പിടിക്കും, ഞാൻ ഓടുമ്പോ നിങ്ങൾ പിടിക്കണം. നല്ലതാണോ ചീത്തയാണോ? മോൻ എന്നോട് പറഞ്ഞ മറുപടി എന്നാ നിങ്ങള്? ഇത് പണ്ടേ കിടക്കണേനു അച്ഛാ, നിങ്ങൾ എവിടം വരെ എത്തി തന്നെ ഭാഗ്യാന്ന്. ഇത് ഞാൻ ഓനെ പിടിക്കാൻ വേണ്ടി ഒപ്പരം കിടത്തിയപ്പോ ഓൻ പറയാ നിങ്ങളെ കിട്ടിയ ഭാഗ്യാന്ന്. ആരാ പറഞ്ഞ കുട്ടിക്ക് ബുദ്ധിയില്ലെന്ന്? പക്ഷെ ചൊട്ടയിലെ ശീലം ചുടല വരെ. ഈ 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ നമ്മൾ എത്ര മണിക്ക് ഉറങ്ങണം?
9:55 കിടക്കണ്ട. എന്റെ ഭാര്യ തന്നെ 9:55 കിടക്കുമ്പോളെ വായാരം കാണണം. ഒക്കെ അന്നേരം പാത്രം കഴുകുക മുട്ടുക. ഞാൻ പറഞ്ഞു ഭാര്യ പാത്രം എല്ലാം പിന്നെ കഴുകുക, ഇനി വരി ഈറ്റില് നശിച്ചു പാത്രം പിന്നെയും പുതിയവായിക്കൂടെ. ബെഡ്റൂം ഒക്കെ ഉണ്ടാക്കിയാലോളെ തോന്നിയ അറിയോ, തുണി മടക്കി വെക്കുക. മടക്കി വെക്കലോടും നമ്മുടെ തുണിയെല്ലാം പിന്നെയും മടക്ക. കുട്ടി നശിച്ചു. അങ്ങനെ 9:55 എന്നെ ശപിച്ചോണ്ട് എന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോ ഓള് കിടന്നിട്ട് 9:55 ഉറങ്ങണ്ടേ. ആടെ കിടന്നിട്ടുള്ള വർത്താനം കേൾക്കണോ നിങ്ങൾക്ക്? നാളെ കൊയക്കട്ടയാണോ ഇട്ടിളിയാണോ സാമ്പാറിന് ഇങ്ങനെയാണോ? ഞാൻ ഒന്നും പിന്നെ ഒന്നിപ്പോ എനക്ക് ദേഷ്യം, എനക്ക് എന്തല്ലോ ഞാൻ മുണ്ടല്ലോ കിടക്ക്. അങ്ങനെ ഇപ്പൊ ഞാളില്ലേ 9:55 കിടക്കുമ്പോ ഇല്ലേ ആരും കിടക്കുന്നുണ്ട്. മക്കളും കിടക്കുന്നുണ്ട്. 10 മണിക്ക് ഉറങ്ങിയാൽ എന്റെ മക്കളെ കുറിച്ച് എനിക്ക് വിശ്വാസമാണോ ഇല്ലയോ? എന്റെ ഭാര്യ സുരക്ഷിതമാണെന്നുള്ള ബോധം എനിക്കുണ്ടോ ഇല്ലയോ? അങ്ങനെ കിടക്കുമ്പോൾ നമ്മളെല്ലാം പറയണോ, എണീക്കുമ്പം പിടിച്ചോളണം. ആരാണോ എണീക്കുന്ന അന്നേരം പിടിച്ചോളണം. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ കൈയെല്ലാം വെച്ചിട്ട് നാക്കിയിട്ടാ പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുക. ഞാനൊരു സ്വകാര്യം പറയട്ടെ, നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മളോട് തിരിച്ചു ചെയ്യും. ഞാൻ രാത്രി 9:55 കിടക്കും. ഞാൻ ഈ സൗന്ദര്യം കുറച്ച് ജാസ്തിയാണല്ലോ, അതുകൊണ്ട് ഞാൻ രാത്രി അധികം ഭക്ഷണം കഴിക്കില്ല. 1 ലിറ്റർ വെള്ളവും കുടിച്ചിട്ടാണ് കിടക്കുക. അന്ന് മെയ് 20, ഡേറ്റ് മറന്നോട്ടെ, മെയ് 20 അന്നാണ് ഈ മഴേന്റെ തുടക്കം. എന്റെ നാട്ടിലും ഈ മഴ, ഇക്കൊല്ലത്തെ മഴ തുടങ്ങിയ മെയ് 20. അന്ന് ഞാൻ ഈ 9:55 1 ലിറ്റർ വെള്ളവും കുടിച്ച് കിടന്ന്, അന്ന് എല്ലാവരും പിടിച്ചോളണം എന്നെല്ലാം പറഞ്ഞ് വീണ്ടും കിടന്ന് 12:30 കോടാന്തരം മഴ പെയ്തു. 1:30 ആകുമ്പോല്ലേ എനിക്ക് മൂത്രമൊക്കെ മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ല. എണീക്കാൻ പറ്റുമോ? എണീറ്റാൽ എന്താ പഠിപ്പിച്ചേച്ചാ പറഞ്ഞോളി. ചൊട്ടയിലെ ശീലം. ഞാൻ എണീറ്റില്ല. 2:30 മണിയായപ്പം മൂത്രം ഇങ്ങനെ മുഴുങ്ങക്കാരിയ മൂത്രം മുട്ടീനാ. കുറെ സമയം കഴിയുമ്പം വയറ് പൊട്ടി മരിക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ 1 മണിക്കൂർ 2:30 ഞാൻ വിചാരിച്ചെന്നറിയോ, ഞാനാറ്റം മൂത്രം മുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ പേപ്പറിൽ എന്നാ വാർത്ത ഉണ്ടാവുക? ആ ക്ലാസ് എടുക്കുന്ന പൊട്ടൻ മൂത്രമൊഴിക്കാൻ മുട്ടി മരിച്ച് ഇതിലും നല്ലത് ചുരത്തം വന്നാറ്റം മറിഞ്ഞു വീഴുന്നതാ. അങ്ങനെ ഞാൻ ചന്ദ്രയാനിൽ നിന്ന് ലാൻഡ് റോവർ നിലത്ത് തൊട്ട പോലെ ചെക്കനെ തൊടാണ്ട് പെണ്ണിനെ തൊടാണ്ട് 2:30 ഇങ്ങനെ എണീറ്റ് കട്ടുമ്മലിരുന്ന് കാല് നിലത്ത് കുത്തിയില്ലാന്നായിപ്പോയില്ലേ. വലത്തെ കൈ കൊണ്ട് ചെക്കനെ തട്ടിപ്പോയി. ചെക്കനെ തട്ടിയതും ഞാൻ കേട്ട ശബ്ദം എന്താണെന്നറിയോള്, അമ്മേ പിടിച്ച്, അച്ഛനെ പിടിച്ച്, ഞാനാ പിടിച്ചത്. ഞാൻ പറഞ്ഞു പടച്ചോനാണ്, അതിനല്ല, ഇത് മൂത്രമൊഴിക്കാനാ. പടച്ചോനാണേന്ന് പറഞ്ഞപ്പോ എന്റെ 5ാം ക്ലാസ്സിലെ മോൻ പറഞ്ഞ വാക്കുകൾ കേട്ടോളി. മോൻ പറഞ്ഞെന്നറിയോ, പല അച്ഛന്മാർക്കും ഒരു മൂത്രമൊഴിക്കാൻ മുട്ടലുണ്ട്, അതിന് ഞാൻ മരിക്കണം എന്ന് പറഞ്ഞൊരു മോനുണ്ട് എനിക്ക്. ഇത് തന്നെയാണ് എന്റെ കുടുംബത്തിന്റെ ശക്തി. അച്ഛൻ നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു 5ാം ക്ലാസ്സുകാരന്റെ അച്ഛനാവാന്ന് പറയുന്നല്ലേ എന്റെ ഭാഗ്യം. അതുകൊണ്ട് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭർത്താവ് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ഭാര്യയും 2 മക്കളും പയ്യന്നെ വന്നത് എന്റെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, മക്കളെ സ്നേഹിച്ചാൽ മക്കൾ തിരിച്ച് സ്നേഹിക്കും. മക്കളോട് സംസാരിച്ചാൽ മക്കൾ തിരിച്ച് സ്നേഹിക്കും. നിങ്ങളെ മക്കളും 4 വയസ്സ് മുതൽ മൊബൈൽ ഫോണിൽ തോണ്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ മക്കളും മൊബൈൽ ഫോണിൽ തോണ്ടി മരിക്കും. അതുകൊണ്ട് 18 വയസ്സ് വരെ ഈ രാസലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യജന്മങ്ങളെ കുറിച്ച് പഠനം നടത്തിയപ്പോ ബൈക്ക് സ്വതന്ത്രമായി കൊടുക്കുന്ന മൊബൈൽ ഫോണുള്ള കുട്ടികളെയാണ് രാസലഹരിക്ക് അടിമയാക്കിയതെന്നുള്ള നല്ല ബോധം എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ ഈ നിങ്ങളെ കുടുംബം നശിക്കാതിരിക്കാൻ നിങ്ങളെ ഈ ചെറിയ മക്കളെ തൊട്ട് 21 എത്ര വയസ്സ് വരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നല്ല മനസ്സും നല്ല കരുത്തുമുള്ള പാരന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറട്ടെ. നിങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും പോലീസ് ഉണ്ട്. നിങ്ങൾക്ക് പോലീസിന് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ നശിക്കുന്ന ഇഷ്ടമല്ല. നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ട്, നിങ്ങൾ നശിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ കുറെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 60-70% ആളുകൾ ലഹരി ഉപയോഗിച്ച് നശിക്കുന്ന നാട്ടില് സ്ത്രീകൾക്ക് ജീവിതം സുരക്ഷിതമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ബസ്സിലെല്ലാം ഇങ്ങനെ കള്ളുടിയന്മാരുണ്ടെങ്കിൽ ഈ രാസലഹരിയുടെ തിരിയില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഒരു ആപത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് കേരള പോലീസും കേരള ഗവൺമെന്റും കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആപ്പ് പോൾ ആപ്പ് എന്നാണ് അതിന്റെ പേര്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. നിർഭയം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. പോൾ ആപ്പ്, പൊല്ലാപ്പ് എന്ന്, POLAPP എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം.
നിങ്ങളൊന്നും പേടിക്കേണ്ട. ബസ്സിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും തോണ്ടിയാൽ, നിങ്ങളെ റോഡുമ്മ കൂടി നടക്കുമ്പോൾ ആരെങ്കിലും പുറകിൽ നടക്കുന്ന പോലെ തോന്നിയാൽ, വീടിന്റെ ജനലേന്റെ അടുത്ത് ആരെങ്കിലും നിൽക്കുന്ന പോലെ ഫീൽ ചെയ്താൽ നിങ്ങൾ ഭയന്ന് വീഴരുത്. ഈ പോളാപ്പിൽ നിർഭയിൽ ഒരൊറ്റ ഞെക്ക്. 7ാമത്തെ മിനിറ്റിൽ പോലീസ് നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾ പറയണം, ഒരു ഉണ്ടക്കണ്ണൻ, ഒരു കള്ളനെപ്പോലത്തെ ഒരുത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് എത്തി ഉണ്ടക്കണ്ണനെയും കൂട്ടി അങ്ങ് പോകും. നിങ്ങൾക്ക് പോലീസിന് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ മാനത്തിലും അഭിമാനത്തിലും പോലീസിന് നിങ്ങൾക്ക് ഞാക്ക് വിശ്വാസമുണ്ട്. അത് നശിക്കാൻ ഞാൾ സമ്മതിക്കില്ല. ഓക്കെ,